ഹായ് എവറി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പോണൻസ് ഓഫ് മൂവ്മെൻറ്റ്സിലെ നാലാമത്തെ കമ്പോണൻ്റായ ക്രോസ് ബിഹൈൻഡ്, അതുപോലെ തന്നെ അഞ്ചാമത്തെ കമ്പോണൻ്റായ ഹോപ്പ് ഓർ പിവറ്റ്, ഈ മൂവ്മെൻറ്റിനെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുന്നിലുള്ള വീഡിയോസ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. ക്രോസ് ബിഹൈൻഡ് നമ്മൾ കണ്ടിന്യൂസ് ആയി ഒരു ടൈമേ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാറ്. വളരെ റെയർ ആണ് കണ്ടിന്യൂസ് ആയി ക്രോസ് ബിഹൈൻഡ് യൂസ് ചെയ്യുന്നത്. ക്രോസ് ബിഹൈൻഡ് നമ്മൾ മറ്റുള്ള മൂവ്മെന്റിന് സ്റ്റാർട്ടിങ് കൊടുക്കുന്ന ഒരു മൂവ്മെന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ക്രോസ് ബിഹൈൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ റാക്കറ്റ് ലെഗിനെ നോൺ റാക്കറ്റ് ലെഗ് ക്രോസ് ചെയ്ത് മൂവ് ചെയ്യുന്ന മൂവ്മെന്റിനെയാണ് നമ്മൾ ക്രോസ് ബിഹൈൻഡ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മുടെ ഈ ക്രോസ് ബിഹൈൻഡ് കണ്ടിന്യൂസ് ആയിട്ട് ഒന്നിൽ കൂടുതൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വെക്കാറില്ല. നോർമലി വെച്ച് അത് വളരെ റെയർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഈ കാല് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചസയിലേക്ക് മൂവ് ചെയ്യാറാണ് നോർമലി ചെയ്യാറ്. റെയർ പ്ലേയേഴ്സ് ആണ് കണ്ടിന്യൂസ് ക്രോസ് ബിഹൈൻഡ് വെച്ച് മൂവ് ചെയ്യുന്നത്. വളരെ റെയർ സിറ്റുവേഷൻ ആണ് അങ്ങനെ ഉണ്ടാവാറുള്ളൂ. പിന്നെ അതുകൂടാതെ നമ്മൾ ഇത് ക്വിക്കായിട്ട് മൂവ് ചെയ്യാനും ഈ മൂവ്മെന്റ് ഉപയോഗിക്കുന്നതാണ്, ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി. ഹോപ്പ് ഓർ പിവറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ നോൺ റാക്കറ്റ് ലെഗോ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ഗ്രൗണ്ടിൽ കോണ്ടാക്ട് ഉണ്ടാവും. മറ്റ് ലെഗ് നമ്മൾ ജമ്പ് ചെയ്ത് മാക്സിമം ഹൈറ്റിൽ നിന്ന് ഷട്ടിലിനെ ഹിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹോപ്പ് ഓർ പിവറ്റ് എന്ന് പറയുന്നത്. ഒരു കാല് ജസ്റ്റ് ലിഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഗ്രൗണ്ടിൽ നിന്ന്. ഇൻ കേസ് നമ്മൾ ഇപ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണെങ്കിലും ചിലപ്പോൾ നോൺ റാക്കറ്റ് ലെഗ് ആയിരിക്കും, ലിഫ്റ്റ് ആയിരിക്കുക. ഗ്രൗണ്ടിൽ ഒരു കാല് കോണ്ടാക്ട് ഉണ്ടാവും, മറ്റൊരു കാല് കോണ്ടാക്ട് ഉണ്ടാവില്ല. ഇതിനാണ് നമ്മൾ ഹോപ്പ് ഓർ പിവറ്റ് എന്ന്. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.